ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞിട്ടോ. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ ഞാൻ ഒരുങ്ങിക്കിട്ട് ഇവിടെ പോകണമെന്നുള്ളത്. ഇന്ന് ഞാൻ എറണാകുളത്ത് നിന്ന് ഗണേഷിൻ്റെ വീട്ടിലോട്ട് പോവാണ്. കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട്. സത്യം പറഞ്ഞാൽ ഓണത്തിന് വന്നതാണ്. പിന്നെ ഓരോ റീസൺ കാരണം ഇവിടെ ഇങ്ങനെ സ്റ്റക്ക് ഓൺ ആയി. ഇനിയിപ്പോൾ നേരെ പത്തനംതിട്ടയ്ക്കോട്ട് വിടുകയാണ്. 6:30 ട്രെയിൻ ഉണ്ട് ഇവിടത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇന്നങ്ങനെ. ഇനി അവിടെ വെച്ചിട്ടായിരിക്കും ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആക്ച്വലി ഞാൻ കല്യാണത്തിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. കല്യാണത്തിന് മുന്നേ ഒന്നും ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ട്രാവൽ ചെയ്യില്ലായിരുന്നു. ഞാൻ ഹോം സിക്നെസ് ഇല്ലെങ്കിൽ അമ്മ സിക്നെസ് ആയിരുന്നു. എവിടെ പോയാലും അമ്മേനെ കൊണ്ട് പോകുള്ളൂ. ബാങ്കിൽ, ഹോസ്പിറ്റലിൽ, ഈവൻ ജോബിന് ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ പോലും ഞാൻ അമ്മേനെ കൂട്ടി പോകുള്ളൂ. ശരിയാണ്, എൻ്റെ ജോബിനൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിന് അമ്മേനെ കൂട്ടി പോകുള്ളൂ. എവിടെ പോയാലും അമ്മ അമ്മ അമ്മ. ഒറ്റയ്ക്ക് ഞാൻ പോവാറേ ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഡിപ്പെൻഡൻ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യണം. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയപ്പോൾ ഞാൻ തരാം. കാരണം ഇവിടെ എറണാകുളത്ത് ഉണ്ടായിട്ടുള്ള ഞാൻ എറണാകുളം സിറ്റി തന്നെ കംപ്ലീറ്റ്ലി അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ആരെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ കൂടെ ഉണ്ടാവും. ഞാനാണ് ഒരു ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിലോട്ട്, എറണാകുളത്ത് നിന്ന് പത്തനംതിട്ടയിലോട്ട് പോണത്. എനിക്ക് എൻ്റെ തന്നെ അഭിമാനം തോന്നും. ശരിയാണ്, നമ്മളുടെ ഓരോ സാഹചര്യം, ഓരോ സർക്കംസ്റ്റൻസാണ് നമ്മൾ മാറ്റി മറിക്കുന്നത്. ഞാനിപ്പോൾ പത്തനംതിട്ടയിൽ ട്രെയിനിന് പോകാറുണ്ട്, ബസ്സിന് പോകാറുണ്ട്. അടിപൊളിയാണ് ഞാൻ. എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോകാനുള്ള ധൈര്യമുണ്ട്. ഞാൻ കേപ്പബിലിറ്റി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ട്രെയിനാണ് പോകുന്നത്. കായംകുളത്ത് ഇറങ്ങണം. അവിടെ നിന്ന് പിന്നെ ബസ്സിന് വരും. അപ്പോൾ പിക്ക് ചെയ്യാൻ അച്ഛൻ വരും. ഇല്ലെങ്കിൽ നമ്മളെ സ്വന്തം വേറൊരാൾ വരും കേട്ടോ. ഞാനത് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ, പോകാൻ നോക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. ബാഗും കാര്യങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ദ വേ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. അമ്മ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ രാവിലെ. ഇന്ന് അനിയത്തിക്ക് സ്കൂളുണ്ട്. പാട്ട് കേൾക്കാനുണ്ടാകും. അടുക്കളയിലാണ് ബ്രേക്ക്ഫാസ്റ്റും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അമ്മ രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ ഇതിൽ പാട്ടൊക്കെ കേട്ടിട്ടൊക്കെ നിന്ന് റെഡി ആവുള്ളൂ. കാരണം എനിക്കങ്ങനെയാണ്. ഞാനായാലും അടുക്കളയിൽ കയറുമ്പോഴായാലും പാട്ടൊക്കെ ഇട്ട് കയറി ഒരു വേറെ വൈബാണ്. ഞാൻ പോയി നോക്കട്ടെ എന്തായ അവസ്ഥ എന്നുള്ളത്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ദോശയാണെന്ന് തോന്നുന്നത്. ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ നീ രാവിലെ ദോശ കഴിക്കാന്നുള്ളത്. പോയി നോക്കിയിട്ട് വരാം. കഴിഞ്ഞ് പോയാലുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ വരുമ്പോഴും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. ഡ്രസ്സേ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ. ഗണേഷിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മെയിനായിട്ട് കൊണ്ടുവന്ന സാധനമായിരുന്നു ചക്ക, പപ്പായ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സാധനം കണ്ടാൽ നിങ്ങൾ ചിരിക്കും. അമ്മ ചോദിച്ചേട്ടി ഇതൊന്നും അവിടെ കിട്ടുകയെന്ന് ചോദിച്ച്. കിട്ടും, പക്ഷെ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോണേ. എന്താ സാധനം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഉണക്കച്ചെമ്മീനും ചോളവും. ഈ 2 സാധനം ഞാൻ എടുക്കണം. അമ്മ ചോദിച്ചു ഇതവിടെ കിട്ടില്ല. ഞാൻ അവിടെ കിട്ടും, പക്ഷെ ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോൾ ഞാനിത് കണ്ട് ഞാനിത് ഇവിടുന്ന് കൊണ്ടുപോകണേ. ഞാൻ കാണിച്ചല്ല നിങ്ങൾക്ക്, വെറുതെ നിങ്ങൾ ചിരിക്കണം. ഉണക്കച്ചെമ്മീനും ചോളം ഞാൻ ഈ പ്രാവശ്യം കൊണ്ടുപോകണത്. ടിക്കറ്റൊക്കെ എടുത്തു ഗൈസ്. ഇന്ന് കുറച്ച് നേരത്തെ ആയിപ്പോയി. 6:20 6 മണിക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഗൈസ്, ഞാൻ വീടെത്തിയിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീടെത്തിയായിരുന്നു. പിന്നെ വന്നിട്ട് നല്ല വിശപ്പായിരുന്നു എനിക്ക്. ഒരായിരം വിശപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. എന്നിട്ട് ഞാൻ ഇഡ്ഡലിയൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് നിങ്ങൾ ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാനൊന്ന് സെറ്റായിരുന്നു. ഓമയ്ക്ക് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. റെഡ് ലേഡിയാണ്. ഇവിടെ എത്തി. പിന്നെ നമ്മൾ മീൻകറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ തോരനൊക്കെ സെറ്റാക്കി. അപ്പോൾ നമ്മൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ എന്തുണ്ട്, ഇന്നാണെങ്കിൽ ട്രെയിനിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. പിന്നെ ഇന്ന് എനിക്ക് ഫ്ലോപ്പായിരുന്നു സത്യം പറഞ്ഞാൽ. രാവിലെ മുതൽ അങ്ങോട്ട് തുടങ്ങിയതാണ്. റെയിൽവേ സ്റ്റേഷനിൽ നേരത്തെ എത്തി. എപ്പോഴും ഒരു പണ്ടാരക്കുരുണ്ട് മൂക്കിൽ. എപ്പോഴും നേരത്തെ എത്തി, പക്ഷേ എപ്പോഴും കറക്റ്റ് ടൈമിലെത്തും. ഇത് കുറേ 10-20 മിനിറ്റ് മുന്നേ ഞാൻ നേരത്തെ എത്തി. പക്ഷേ ട്രെയിൻ ഡിലേ ആയിരുന്നു. ട്രെയിൻ വൈകി. പിന്നെ കോട്ടയത്ത് എത്തിക്കുമ്പോഴത്തേക്കും കുറേ നേരം ട്രെയിൻ പിടിച്ച് നിർത്തി. സാധാരണ ഞാനിവിടെ ഒരു 8:30 ആകുമ്പോൾ എത്തണതാണ്. ഇതിപ്പോൾ 8:45 8:50 എത്തിയപ്പോഴത്തേക്കും ഞാൻ സ്ഥിരം വരുന്ന എൻ്റെ ബസ് മിസ്സായി. കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്നു.
എന്നിട്ടാണ് ഫൈനലി എനിക്ക് ബസ് കിട്ടി ഞാൻ വീട്ടിൽ വന്നത്. സാധാരണ ഞാൻ ഒരു 8:30 9 മണിക്ക് ഞാൻ എത്തേണ്ടത്, ഞാൻ എന്നൊരു 10 മണി, 1 മണിക്കൂർ ഡിലേ ആയിരുന്നു. അത് ചില ദിവസം അങ്ങനെയാണ്, ബാഡ് ലക്ക്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വീട്ടിൽ വന്നു, ഞാൻ പറഞ്ഞത് പിന്നെ ബാക്കിയുള്ള അപ്ഡേറ്റ്സൊക്കെ. ഇനിയിപ്പോൾ ഇവിടെ കാര്യമായിട്ട് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ തന്നെ ഫുഡ് കഴിക്കുക, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പിന്നെ കാണാം. ഫുഡ് കഴിക്കേണ്ട സമയമുണ്ട് ഗൈസ്. കുറേ ഐറ്റംസ് ഉണ്ട്. മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, ഇരുമ്പം പുളി അച്ചാർ, നമ്മുടെ ഇഞ്ചിക്കറി, മീൻ വറുത്തത്, മീൻ കറി, തോരൻ, സാമ്പാർ. അടിപൊളി കുശാലാണ്. അപ്പം ഞാൻ കഴിച്ചിട്ട് തരാം. അച്ചാറുകളൊക്കെ നമ്മുടെ ഓണത്തിൻ്റെ ആയിരുന്നു കേട്ടോ. ഈ അച്ചാർ മതി ചോറിനാനായിട്ട്. സൂപ്പർ ഊണ്. അച്ചാറ് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അടിപൊളി. നമ്മൾ കുറേ നാളായിട്ട് അമ്മയുടെ ചോറും കറിയൊക്കെ കഴിച്ചിട്ട് ടേസ്റ്റ് വേണം. എൻ്റെ 2 അമ്മമാർ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ആളാണ്. ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിക്കാൻ. ദിസ് ഇസ് ഓ മൈ ഗോഡ്. ഞാനത് കഴിച്ച് തീർത്തിട്ട് വേണം ഗൈസ്. അപ്പം ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നല്ല ഉറക്കമായിരുന്നു. ഇച്ചിരി ഹെവി ആയിരുന്നു ഫുഡ്. ഇനിയിപ്പോൾ രാത്രിത്തെ ഡിന്നർ ഇതേ ഉള്ളൂ, പപ്പായ ജ്യൂസ്. യെസ്, ഇതോടുകൂടി ഇന്നത്തെ ഫുഡടി പരിപാടികളൊക്കെ നിർത്താനാണ്. അപ്പം ഞാൻ വീഡിയോ ഇന്ന് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. 1 മിനിറ്റ്, ടി വിയുടെ ഭയങ്കര സൗണ്ട് ഇന്ന് ഞാൻ കുറയ്ക്കട്ടെ. അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ബാക്ക് ടു മിനിറ്റ് അങ്ങനെ ബാക്ക് ടു ഗണേശൻ്റെ വീട്ടിലെത്തി. ഇനി ഇവിടെ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് നാളെ കാണാം. ഇന്നൊരു കുട്ടി വീഡിയോ ആയിരുന്നു, എ സ്മോൾ അപ്ഡേറ്റ്. ഐ ഹാവ് റീച്ച്ഡ് ഹിയർ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.